ജാനി. ആദിയും ജാനിയും സുഭദ്രയുടെ അടുത്താണുള്ളത്. ക്രിസ്മസ് എല്ലാം ആഘോഷിച്ച് കേശവും മീനുവും രാത്രിയോടെ തന്നെ തിരികെ പോയിരുന്നു. ഷോ, ഇവളിതെവിടെ പോയി കിടക്കുകയാണ്? എത്ര നേരമായി ഞാൻ കിടന്ന് വിളിക്കുന്നു. അതെങ്ങനെയാ ഇങ്ങോട്ട് വന്നേ പിന്നെ മര്യാദയ്ക്കൊന്ന് കാണാൻ പോലും കിട്ടിയിട്ടില്ല. മുത്തശ്ശിയെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടാതായി എന്ന് തോന്നുന്നു. അവൾ രാവിലെ വന്നപ്പോൾ മുതൽ സുഭദ്രയുടെ പിന്നാലെ തന്നെയാണ്. ജാനി മൈൻഡാക്കാത്തത് കൊണ്ട് തന്നെ അവന് നല്ല കുശുമ്പ് കയറിയിട്ടുണ്ട്. ആദ്യം നാളെ രാവിലെ തന്നെ തിരികെ പോകും. ജാനി 2-3 ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്നാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. ജാനി. അവളെ കാണാത്തതിനാൽ ആദി പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ നാളെ പോകുമെന്ന് അവൾക്കറിയാവുന്നതല്ലേ. ഒന്നിങ്ങ് വന്നാലെന്താ? അവൾക്ക് നാളെയാണെങ്കിലും മുത്തശ്ശിയോട് സംസാരിക്കാമല്ലോ. അതുപോലെയാണോ ഞാൻ? അവൾ വരുന്നില്ലെന്ന് കണ്ടതും ഒടുവിൽ സഹികെട്ട് ആദി കട്ടിലിലേക്ക് കയറിക്കിടന്നു. കുറച്ചുനേരം കഴിഞ്ഞതും ജാനി മുറിയിലേക്ക് വന്നു. അവളുടെ കാൽപെരുമാറ്റം കേട്ടതും അവൻ വേഗം കണ്ണുകൾ അടച്ച് ഉറങ്ങുന്നത് പോലെ കിടന്നു. ഡോറടച്ച് തിരിഞ്ഞ ജാനി കാണുന്നത് ആദി കട്ടിലിൽ കിടന്നുറങ്ങുന്നതാണ്. ഇത്ര വേഗം ഉറങ്ങിയോ? 10 മണിയാകുന്നതല്ലേ ഉള്ളൂ. സാധാരണ ഒരുമിച്ചല്ലേ കിടന്നുറങ്ങാറുള്ളത്? അതോർത്തതും ജാനിയുടെ മുഖം പരിഭവത്താൽ കൂർത്തു വന്നു. അവൾ കയ്യിലിരുന്ന വെള്ളത്തിൻ്റെ ജഗ് കുറച്ചുറക്കെ തന്നെ ടേബിളിലേക്ക് വെച്ചു. ആ ശബ്ദം കേട്ടിട്ടും അവൻ എഴുന്നേറ്റിട്ടില്ല എന്ന് മനസ്സിലായതും ജാനി വേറെ ഗത്യന്തരമില്ലാതെ കട്ടിലിൻ്റെ മറുവശം കയറി കിടന്നു. ദുഷ്ടൻ, കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? ജാനി അവന് നേരെ ചെരിഞ്ഞു കിടന്നു. അവളുടെ കണ്ണുകൾ ആദിയുടെ മുഖമാകെ അലഞ്ഞു. എന്തൊരു ഭംഗിയാ ദത്തേട്ടാ നിങ്ങളെ കാണാൻ. തീരെ പ്രതീക്ഷിക്കാതെയല്ലേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അന്ന് പെണ്ണ് കാണലിൻ്റെ ദിവസം ദത്തേട്ടനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കിളികളെല്ലാം പറന്നുപോയി. ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമല്ലെന്ന് പറയാനായിരിക്കും എൻ്റെ ഒപ്പം വന്നതെന്ന. അതോർത്തപ്പോൾ അവളുടെ മുഖമൊന്നും മങ്ങിപ്പോയി. ജാനി മെല്ലെ കൈകൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് കിടന്നിരുന്ന കുഞ്ഞു മുടിയിഴകളെ പുറകിലേക്ക് ഒതുക്കിക്കെടുത്തു. അങ്ങനെ വിചാരിച്ചതിൽ എന്നെ തെറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നെ എപ്പോൾ കണ്ടാലും വഴക്ക് പറയാറില്ലേ. ഞാൻ വിചാരിച്ചു എന്നെ തീരെ ഇഷ്ടമല്ലാന്ന്. പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കല്ലേ ദത്തേട്ടാ. നിങ്ങൾ ശരിക്കും ഒരു മുരടനാ കോളേജിൽ. എനിക്ക് തന്നെ എത്ര പ്രാവശ്യം തോന്നിയിട്ടുണ്ടെന്നോ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കാൻ. പക്ഷേ ഈ ദുഷ്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അത് പറഞ്ഞപ്പോൾ തന്നെ അവൾ നാണത്താലൊന്ന് ചിരിച്ചുപോയി. ജാനി ട്രിം ചെയ്തൊതുക്കി അവൻ്റെ താടിയിലൂടെ അവളുടെ വിരലുകൾ ഓടിച്ചു. അതോടൊപ്പം തന്നെ അവളുടെ കണ്ണുകൾ ആദിയുടെ ചുണ്ടുകളിൽ എത്തി നിന്നു. ജാനി അത്രയും നേർമയായി അവയെ വിരലുകളാൽ തഴുകി. ജാനിയുടെ വിരലുകളുടെ സ്പർശം അവൻ്റെ അധരങ്ങളിൽ അറിഞ്ഞപ്പോൾ ആദിയൊന്ന് വിറച്ചുപോയി. ഇനിയും തനിക്ക് ഉറക്കം നടിച്ച് കിടക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതും അവൻ ഒറ്റ കുതിപ്പിന് അവളെ കട്ടിലിലേക്ക് മറിച്ചിട്ട് ജാനിക്ക് മേലെ കൈകൾ ഊന്നിക്കിടന്നു. തീരെ പ്രതീക്ഷിക്കാതെയുള്ള ആദിയുടെ ആ പ്രവൃത്തിയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവൻ ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇത്രയും ധൈര്യത്തോടെ ഓരോന്ന് പറഞ്ഞത് തന്നെ. ദത്തേട്ടാ. ജാനിയുടെ ശബ്ദം കാറ്റുപോലെ നേർത്തുപോയി. അവളുടെ വിളി ആദ്യം ഒന്ന് മൂളി കേൾക്കുക മാത്രമാണ് ചെയ്തത്. ദത്തേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? മാറിക്കേ. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ആദിയെ ദേഹത്ത് നിന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൻ കിടന്ന കിടപ്പിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറിയില്ല. ഇല്ലല്ലോ. അവൻ്റെ നോട്ടം ജാനിയുടെ കണ്ണുകളിൽ ഉടക്കി നിന്നു. ആദിയുടെ നോട്ടം നേരിടാനാവാതെ അവൾ കണ്ണുകൾ പല വഴി പായിച്ചു. അത് കണ്ടതും അവന് ചിരിയാണ് വന്നത്. താൻ ഉറങ്ങുകയാണെന്ന് വിചാരിച്ച് പെണ്ണ് എന്തൊക്കെയാണ് പറഞ്ഞും കാണിച്ചും കൂട്ടിയത്. എന്നിട്ട് ഇപ്പോഴോ മുഖത്തു പോലും നോക്കുന്നില്ല. ജാനി. അവൻ ആർദ്രമായി അവളെ വിളിച്ചു. ജാനി. അവൾ തിരിച്ച് മറുപടിയൊന്നും പറയാത്തതിനാൽ ആദി പിന്നെയും അവളെ വിളിച്ചു. എന്നിട്ടും അവൻ്റെ കണ്ണുകളെ നേരിടാൻ ജാനിക്ക് ജാള്യത തോന്നി. ഇനിയും നീ എന്നെ നോക്കിയില്ലെങ്കിൽ ഞാൻ പിടിച്ചുമ്മിക്കും. അപ്പോൾ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. അത് കേട്ടതും ജാനി അവനെ വേഗം തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ ആസ്വദിച്ചുകൊണ്ട് അവനിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. ആഹാ, എന്തനുസരണയാ! ആദ്യം അവളെ കളിയാക്കിയതും ജാനി അവനെ കൂർപ്പിച്ചു നോക്കി. ദത്തേട്ടൻ എന്തിനാ എന്നെ കൂട്ടാണ്ട് കിടന്നുറങ്ങിയത്? ജാനി വിഷയം മാറ്റാൻ എന്നോണം അവനോട് ചോദിച്ചു. അത് കേട്ടതും അവൻ്റെ മുഖത്താണ് പിന്നെ പരിഭവം നിറഞ്ഞത്. എനിക്ക് സൗകര്യമുണ്ടായിട്ട്. അവനൊന്ന് ചോദിച്ചു. എന്താ? നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയുമോ? ജാനി, എന്താ ഞാൻ വിളിച്ചിട്ട് വരാഞ്ഞേ? ആദിയിൽ നിന്ന് മറുചോദ്യം ഉയർന്നതും അവൾ ഒരു നിമിഷം നിശബ്ദമായി. എന്നെ വിളിച്ചായിരുന്നോ? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ജാനി ശരിക്കും അവൻ വിളിച്ചത് അറിഞ്ഞിട്ടില്ലായിരുന്നു. കിച്ചണിൽ നിന്ന് വെള്ളവും എടുത്ത് റൂമിലേക്ക് വരാൻ നോക്കുമ്പോഴാണ് മുത്തശ്ശി എന്തോ ആവശ്യത്തിന് വിളിച്ചത്.
പിന്നെ കുറച്ചു നേരം മുത്തശ്ശിയുടെ കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. ആ, നീ കേൾക്കില്ല. അല്ലെങ്കിലും ഇവിടെ വന്നേ പിന്നെ നിനക്കെന്നെ വേണ്ടല്ലോ. എപ്പോഴും മുത്തശ്ശിയുടെ പുറകെയല്ലേ. ഞാൻ നാളെ പോകുന്നു നിനക്ക് അറിയാവുന്നതല്ലേ. അതും പറഞ്ഞുകൊണ്ട് ആദി അവളുടെ മുകളിൽ നിന്നും മാറി കട്ടിലിലേക്ക് നേരെ കിടന്നു. അപ്പോഴാണ് ജാനിക്കും അവൻ്റെ പരിഭവം എന്തുകൊണ്ടാണെന്ന് മനസ്സിലായത്. ആള് കുശുമ്പ് കയറി പിണങ്ങി കിടന്നതാണ്. അവൾ വേഗം അവന് നേരെ തിരിഞ്ഞു കിടന്നു. ദത്തേട്ടാ. അവൾ ആദിയുടെ കയ്യിൽ മെല്ലെ ചുരണ്ടിക്കൊണ്ട് വിളിച്ചു. ഇത്തവണ അവനാണ് വിളി കേൾക്കാതിരുന്നത്. എന്നോട് പിണക്കമാണോ? അവളുടെ കൊഞ്ചിക്കൊണ്ടുള്ള സംസാരം കേട്ടതും ആദി അവളെ തലചരിച്ചു നോക്കി. സത്യമായിട്ടും ദത്തേട്ടാ, ഞാൻ കേൾക്കാഞ്ഞിട്ട. കുറേ ദിവസം കൂടി മുത്തശ്ശിയെ കണ്ടതല്ലേ. അതും പറഞ്ഞ് എന്നോട് പിണങ്ങല്ലേ. എനിക്ക് മുത്തശ്ശിക്ക് ഞാനും മാത്രമല്ലേ ഇത്രയും നാളും ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഇതുവരെ മുത്തശ്ശിയെ പിരിഞ്ഞിരുന്നിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇത്രയും നാളും മുത്തശ്ശിയെ കാണാതിരുന്നിട്ടുള്ളത്. ജാനിയുടെ കണ്ണുകൾ മെല്ലെ നിറഞ്ഞു വന്നു. കാരണം അത്രയും കാര്യമായിട്ടായിരുന്നു സുഭദ്ര അവളെ നോക്കിയിരുന്നത്. അമ്മയും അച്ഛനും ഇല്ലാതിരുന്നതിൻ്റെ വിഷമം അവളെ ഒട്ടും അറിയിച്ചിരുന്നില്ല. അവൾ കരയുന്നത് കണ്ടതും അതുവരെ കുസൃതിച്ചിരിയോടെ കിടന്നിരുന്ന ആദിയുടെ നെഞ്ചൊന്ന് കാളി. അവൻ വേഗം തന്നെ ഇരു കയ്യാലും ജാനിയെ നെഞ്ചോടടക്കി പിടിച്ചു. ജാനി, കുഞ്ഞെ കരയല്ലേ. ഹേയ്, ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞതല്ല മോളെ. അവളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഏങ്ങലുകൾ പുറത്തു വരാൻ തുടങ്ങിയതും ജാനിയുടെ നിറഞ്ഞു തുളുമ്പിയ മിഴികൾ പെരുവിരലിനാൽ തുലച്ചു കൊടുത്തുകൊണ്ട് അവളുടെ ഇരു കണ്ണുകളിലും ആദ്യമൊന്ന് ചുംബിച്ചു. ജാനി അവൻ്റെ നെഞ്ചിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി കുറച്ചുനേരം അങ്ങനെ തന്നെ കിടന്നു. അവളൊന്ന് ഓക്കെ ആകുന്നതുവരെ ആദ്യം അവളുടെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു. കരച്ചിലൊന്ന് അടങ്ങിയതും ജാനി മെല്ലെ തലയുയർത്തി നോക്കി. അവളെ തന്നെ നോക്കി കിടക്കുകയാണ്. ജാനി അവനെ നോക്കിയൊന്ന് ചിരിച്ചതും ആദ്യം അവളുടെ നെറുകിലൊന്നും മുത്തി. ഇനി ഇങ്ങനെ കരയല്ലേ പൊന്നെ. നീ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആദ്യം അവളെ നോക്കി കണ്ണു കൂർപ്പിച്ചു. ജാനി അതിനൊന്ന് ഇളിച്ചു കാണിച്ചു. ആ, അതൊക്കെ പോട്ടെ. ഞാൻ ഉറങ്ങുവാണെന്ന് വിചാരിച്ച് നീ എന്തൊക്കെയാണ് നേരത്തെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? ഇപ്പോഴുള്ള സന്ദർഭത്തിന് ഒരയവ് വരുത്താനായി അവൻ അവളോട് ചോദിച്ചു. എന്നാൽ അത് കേട്ടതും ജാനിയൊന്ന് ഞെട്ടി. ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതിനാൽ ആദ്യം അതൊക്കെ മറന്നുപോയി കാണുമെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. അവൻ എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ ജാനി ദയനീയമായ ആദിയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ദത്തേട്ട. ദത്തേട്ടന് തോന്നിയതായിരിക്കും. അവൻ കേട്ട് കാണുമെന്ന് 100% ഉറപ്പുണ്ടായിരുന്നിട്ടും ജാനി വെറുതെ ഒരു ശ്രമം നടത്തി നോക്കി. വെറുതെ കിടന്ന് ഉരുടാതെ എൻ്റെ പൊന്നുമോള്, നേരത്തെ പറഞ്ഞതൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ചേ, ചേട്ടനൊന്ന് കേൾക്കട്ടെ. അത് കേട്ടതും ജാനിയിലൊരു വെപ്രാളം നിറഞ്ഞു. ഇനിയും അതൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുക എന്ന് വെച്ചാൽ അത് ഓർക്കുന്തോറും അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. ഇപ്പോൾ ശരിക്കും ചോര തൊട്ടെടുക്കാൻ പാകമായിട്ടുണ്ട് പെണ്ണ്. ഇങ്ങനെ ബ്ലഷ് അടിച്ച് കിടക്കാതെ ഒന്ന് പറ ജാനൂട്ടി. ആദ്യം പിന്നെയും അവളെ ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അതുണ്ടല്ലോ ദത്തേട്ട, അത് പിന്നെ. പറയാൻ വാക്കുകൾക്കായി തപ്പിത്തടയുന്നതിനിടയിൽ തന്നെ അവളുടെ വിരലുകൾ യാന്ത്രികമായി അവൻ്റെ നഗ്നമായ നെഞ്ചിലെ രോമക്കാടിൽ അഭയം പ്രാപിച്ചിരുന്നു. അവൾ അതിൽ മെല്ലെ പിടിച്ചു വലിച്ചതും ആദിയുടെ മുഖം വേദനയാലൊന്ന് ചുളുങ്ങി. ഡി, അതിൽ പിടിച്ച് വലിക്കാതെ. ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല കുഞ്ഞെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം തരാതെ നീ ഇന്ന് കിടന്നുറങ്ങില്ല. സോറി. ജാനി വേഗം കൈ പിൻവലിച്ചു. ഞാൻ അത്രയ്ക്കും ദുഷ്ടനാണോ? അല്ല, അത് വലിയ ദുഷ്ടനൊന്നുമല്ല, ചെറുതായിട്ട്. പിന്നെ എന്തിനാ നീ ഞാൻ മുരടനാണെന്ന് പറഞ്ഞേ? ആദ്യം അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുകു നോക്കിക്കൊണ്ട് ചോദിച്ചു. അതുണ്ടല്ലോ ദത്തേട്ട, അവിടെ ക്ലാസ്സിൽ എല്ലാവരും ദത്തേട്ടനെ ഭയങ്കര പേടിയാണ്. ജാനി എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ അവനോട് സംസാരിക്കുകയാണ്. ആണോ? അവൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. അതെ ദത്തേട്ട, സത്യം. ജാനി അവനെ നോക്കി തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു.